ശ്രീല പ്രഭുപാദിന്റെ ശിഷ്യനായിട്ടുള്ള സിദ്ധാന്ത പ്രഭുവിന്റെ പുസ്തകത്തിൽ നിന്ന് വായിച്ചൊരു കാര്യമാണ്. സിദ്ധാന്ത പ്രഭു മുതിർന്ന ഭക്തന്മാരും ശ്രീല പ്രഭുപാദും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്ന മെമ്മറീസ് എന്ന് പറഞ്ഞ പുസ്തകം. അപ്പം അതില് ഒരു കൗസല്യ മാതാജിയുടെ ഒരു പാസ്റ്റ് ടൈമാണ് പറയുന്നത്. കൗസല്യ മാതാജി ഹവായിലുണ്ടായിരുന്ന ഒരു ഡിവോട്ടിയാണ്. അവരുടെ യങ് കാലഘട്ടത്തിൽ ഒരു ഹിപ്പി ആയിരുന്നു. അപ്പോൾ അവര് അന്ന് ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തി എന്ന് വെച്ചാൽ ഹവായി ബീച്ചുണ്ട്. അപ്പൊ ബീച്ചില് അവര് എല്ലാ ദിവസവും മെഡിറ്റേറ്റ് ചെയ്യും. അവരുടെ കയ്യിലൊരു ഭഗവത്ഗീതയുണ്ട്. പ്രഭുപാദ് എഴുതിയതല്ല, മറ്റൊരു ഭഗവത്ഗീത. ഭഗവത്ഗീത വായിക്കും, മെഡിറ്റേറ്റും ചെയ്യും ബീച്ചിലിരുന്ന്. അപ്പോൾ ഒരു ദിവസം മാജി ഇങ്ങനെ ബീച്ചിൽ മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഫ്ലയർ, ഒരു പോസ്റ്റർ ഇങ്ങനെ പറന്നു വന്നു കാറ്റത്ത്. അപ്പൊ അവരുടെ അടുത്ത് വന്ന് വീണു. അപ്പൊ അവരത് എടുത്തു നോക്കിയപ്പം ശ്രീല പ്രഭുപാദ് ഒരു ഹാളില് ഭഗവത്ഗീതയെക്കുറിച്ച് പ്രഭാഷണം നടത്തുന്ന ഇത് വായിച്ചു. അപ്പൊ അവരിങ്ങനെ നോക്കിയപ്പോ അവര് ഇതുവരെ ഭഗവത്ഗീത വായിച്ചിട്ടുണ്ട്, മറ്റൊരു ഭഗവത്ഗീത വായിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു ഭഗവത്ഗീത വന്ന ഭാരതത്തിൽ നിന്നാണല്ലോ. അപ്പൊ ഭാരതത്തിൽ നിന്നൊരു വ്യക്തി ഭഗവത്ഗീതയെക്കുറിച്ച് സംസാരിക്കുന്നത് അവരിതുവരെ കേട്ടിട്ടില്ല. അവര് ജസ്റ്റ് ഇത് വായിക്കുന്നവർക്ക് മനസ്സിലാവുന്നില്ല, എങ്കിലും അത് മനസ്സിലാക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനൊരു ഫ്ലയർ വന്നപ്പോഴത്തേന് അവർ വിചാരിച്ചു എന്തായാലും ഞാൻ പോയി കേൾക്കാം എന്ന് വിചാരിച്ചിട്ട് അവര് പ്രഭുപാദിന്റെ ലെക്ചർ കേൾക്കാനായിട്ട് ആ ഒരു ഹാളിൽ ചെന്നു. അപ്പൊ പ്രഭുപാദ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചോദിച്ചു. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചോദിച്ചപ്പോഴത്തേന് മാതാജി ചോദിച്ചു, ഞാനും ഭഗവത്ഗീത വായിക്കുന്നുണ്ട്, എന്റെ കയ്യിലുള്ള ഭഗവത്ഗീത ഇതാണ്, ഇതും നിങ്ങളുടെ ഭഗവത്ഗീതയും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചു. ഉടനെ പ്രഭുപാദ് പറഞ്ഞു, നീ ഈ ലെക്ചർ കഴിഞ്ഞിട്ട് നേരെ ടെമ്പിളിലേക്ക് വരും, അവിടെ വെച്ച് നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ മാജി അത് ഫോളോ ചെയ്തു. ഒരു ജീപ്പ് പോലത്തെ ട്രക്കാണ്, ബാക്ക് തുറന്നിരിക്കുന്ന ട്രക്ക്. അതിനകത്താണ് ഡിവോട്ടീസ് എല്ലാം വന്നത്. പ്രഭുപാദ് ഫ്രണ്ടിലിരിക്കും, രണ്ടുമൂന്ന് പേരും കൂടെ ഫ്രണ്ടിലിരിക്കും. ഈ ഡിവോട്ടീസ് എല്ലാം ട്രക്കിന്റെ ബാക്കിൽ കയറി. അങ്ങനെ ഈ മാതാജിയും കൂടെ ആ ട്രക്കിന്റെ ബാക്കിൽ കയറി തിരിച്ച് ടെമ്പിളിലോട്ട് പോയി. അപ്പൊ ഇങ്ങനെ മാജി ഈ ഇതിനകത്ത് ഇരുന്നുകൊണ്ട് തന്നെ പ്രഭുപാദ് ഇരിപ്പുണ്ട്. പ്രഭുപാദിന്റെ ഇത് ശിഖയും ഇതെല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് മാജി. എന്നിട്ട് അവിടെ ചെന്ന് മാജി പ്രഭുപാദിന്റെ അടുത്തേക്ക് വന്നപ്പോ അവര് കയറുന്നതിനിടയ്ക്ക് തന്നെ അവർ വീണ്ടും സംസാരിച്ചു. അപ്പം മാജി പറഞ്ഞു ഇങ്ങനെ എന്താ വ്യത്യാസം എന്നുള്ള ഇങ്ങനെ സംസാരിച്ചു. എന്നിട്ട് അവന്റെ റൂമിലെത്തിയപ്പോഴത്തേന് പ്രഭുപാദ് ഭഗവത്ഗീതയെ കുറിച്ച് സംസാരിച്ചു. മാതാജി LSD ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഒരു തരത്തിലുള്ള ലഹരി. അപ്പം മാജി അതിനെക്കുറിച്ച് സംസാരിച്ചു. പ്രഭുപാദ് ഭഗവത്ഗീത ഇവര് ഇങ്ങനെ സംസാരിച്ചു. എന്നിട്ട് മാജി പറഞ്ഞു, ഞാൻ LSD യൂസ് ചെയ്തിട്ട് എനിക്ക് കൃഷ്ണനെ കാണാൻ പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ പ്രഭുപാദ് പറഞ്ഞു, അത് ആ LSD യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് യഥാർത്ഥത്തിൽ കൃഷ്ണനെ കാണാൻ എന്ന് ഇങ്ങനെ പ്രഭുപാദ് പറഞ്ഞു. അപ്പൊ അതിനുശേഷം ഇങ്ങനെ കുറച്ചിങ്ങനെ സംസാരിച്ചു. അത് വേണ്ട, അത് ഉപേക്ഷിക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞു. എന്നിട്ട് പ്രഭുപാദ് പറഞ്ഞു, നീ ടെമ്പിളിൽ വന്ന് നിൽക്കണം എന്ന് പറഞ്ഞു. അപ്പം മാജി പിന്നെ ഇങ്ങനെ സംസാരിച്ചു. അപ്പോഴത്തേനൊരു ലേഡി ഗോവിന്ദദാസി മാജി ഒരു ട്രേയില് ഈ ഷുഗർ കെയിൻ കട്ട് ചെയ്ത് ചെറിയ പീസായിട്ട് കൊണ്ടുവന്നു, ഈ കരിമ്പിന്റെ കഷ്ണങ്ങൾ. എന്നിട്ട് പ്രഭുപാദിന് അപ്പൊ പ്രഭുപാദ് ഈ മാതാജി കൗസല്യ മാജിയോട് ചോദിച്ചു, അന്ന് വേറെ പേരാണ്, ചോദിച്ചു ഇത് കഴിക്കാനായിട്ട് പറഞ്ഞു. അപ്പം ഞാൻ ഷുഗർ കട്ട് ചെയ്തിരിക്കുകയാണ്, ഞാൻ ഷുഗർ കഴിക്കാറില്ല എന്ന് മാജി പറഞ്ഞു. അപ്പൊ ഉടനെ പ്രഭുപാദ് പറഞ്ഞു, ഇത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഈ നമ്മുടെ ഇവിടെയൊക്കെ വൈൽഡായിട്ട് ഗ്രോ ചെയ്യുന്നതാണ്, നിങ്ങൾക്ക് കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രഭുപാദ് പറഞ്ഞതിന് ശേഷം അവര് കഴിച്ചു. എങ്ങനെ അത് കഴിക്കേണ്ടതും അവർ രണ്ടുപേരും അടുത്തിരുന്നിട്ട് അത് ചവച്ച ചണ്ടി അതിനകത്ത് ഇട്ട് അങ്ങനെ രണ്ടുപേരും അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നു. കുറെ കഴിഞ്ഞിട്ടും പ്രഭുപാദ് പറഞ്ഞു, നീ LSD യൂസ് ചെയ്യരുത്, അത് ആവശ്യമില്ല, നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ ആവശ്യമില്ല എന്നിങ്ങനെ പറഞ്ഞു.
അങ്ങനെ പറഞ്ഞിട്ട് ഇവിടെ ഇവിടെ നീ ഇവിടെ വരണം, ഇവിടെ നിൽക്കണം എന്ന് പ്രഭുപാദ് പറഞ്ഞു. പക്ഷെ മാജി എനിക്ക് അല്ലാതെ തന്നെ എനിക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് മാജി പോയി. അങ്ങനെ പോയിട്ട് വീണ്ടും മാജി അവിടെ പോയി. പിന്നെ ഒരു ഫോറസ്റ്റിലാണ് പോയത്. ബീച്ചിൽ നിന്ന് നേരെ ഫോറസ്റ്റിൽ പോയി അവിടെ വെച്ച് മെഡിറ്റേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. പക്ഷെ കുറച്ച് നാൾ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നിട്ട് മാജിക്ക് ഈ ഒരു പ്രഭുപാദിന്റെ ആ സ്നേഹത്തോടെയുള്ള പെരുമാറ്റവും ഭഗവാനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ആധികാരികമായ സംസാരവും ഒക്കെ ആ മാതാജിയെ അഫക്റ്റ് ചെയ്തു. മാജിക്ക് തന്റെ മെഡിറ്റേഷൻ പൂർണ്ണമല്ല എന്ന് തുടങ്ങി ആ സമയത്ത്. ഇതായിട്ട് തോന്നിയില്ല. അപ്പം മാജി വിചാരിച്ചു എന്തായാലും വീണ്ടും പ്രഭുപാദിനെ കാണാമെന്ന് പറഞ്ഞു. ചെന്നപ്പോഴത്തേന് പ്രഭുപാദ് അവിടെ നിന്ന് പോയി. പിന്നെ ഡ്യൂട്ടിയോട് അന്വേഷിച്ചപ്പോഴത്തേന് ലാ സിനേഗ എന്ന് പറഞ്ഞൊരു ലോസ് ആഞ്ചൽസിലുള്ള ടെമ്പിളിലേക്ക് പ്രഭുപാദ് പോയി എന്നുള്ളത് അറിഞ്ഞു. ഞാൻ മാജി അവിടേക്ക് വന്നു, ലോസ് ആഞ്ചൽസിലേക്ക് വന്നു. എന്നിട്ട് ഒരു ദിവസം പ്രഭുപാദ് മോർണിംഗ് വാക്കിന് തിരിച്ചു വന്നപ്പോഴത്തേന് ഇവരവിടെ നിൽക്കുന്നു, കൗസല്യ മാജി അവിടെ നിൽക്കുന്നു. പക്ഷെ പണ്ട് ഹിപ്പി ഡ്രസ്സായിരുന്നുവെങ്കിൽ ഇപ്പൊ ഒരു സാരി ഉടുത്താണ് നിൽക്കുന്നത്. അപ്പം പ്രഭുപാദ് ഇമീഡിയറ്റ്ലി അവരെ റെക്കഗ്നൈസ് ചെയ്തു. എനിക്ക് തന്നെ മനസ്സിലായി നീ ഹവായി എന്നുള്ള അല്ലേ എന്ന് ചോദിച്ചു. എന്നിട്ട് ആ ഒരു സന്തോഷത്തോടെ പ്രഭുപാദിന്റെ അടുത്ത് വന്നിട്ട് അപ്പൊ പ്രഭുപാദ് പറഞ്ഞു, ഇപ്പം നിനക്ക് മനസ്സിലായോ നിന്റെ ഭഗവത്ഗീതയും എന്റെ ഭഗവത്ഗീതയും തമ്മിലുള്ള വ്യത്യാസം എന്നിങ്ങനെ പ്രഭുപാദിനോട് പറഞ്ഞു. അപ്പം ആ മാതാജിയോട് പ്രഭുപാദ് പറഞ്ഞു. അപ്പം മാജി തന്റെ സാക്ഷാത്കാരം പറയാണ്, മറ്റു പല ഭഗവത്ഗീതകളിലും അല്ലെങ്കിൽ ഭഗവത്ഗീത ഇതിലും ഈ നമ്മൾ വ്യക്തിയല്ല, ഈശ്വരൻ വ്യക്തിയല്ല, എല്ലാം ഒരു അവ്യക്തിഗതമായിട്ടുള്ള രീതിയിൽ, അതിനകത്തൊരു വ്യക്തിത്വമായിട്ടൊന്നുമില്ല. പക്ഷെ പ്രഭുപാദ് കറക്റ്റായിട്ട് എന്താണ് ഞാൻ വ്യക്തി പേഴ്സണാണ്, ഭഗവാൻ പേഴ്സണാണ്, നമ്മൾ തമ്മിൽ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു ബന്ധമുണ്ട് എന്ന് പ്രഭുപാദ് ഒന്നും പ്രീച്ച് ചെയ്യാതെ തന്നെ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിലൂടെ ആ മാതാജിക്ക് കാണിച്ചു കൊടുത്തു. ആ വ്യക്തിപരമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഈ ഇമ്പേഴ്സണലായിട്ടുള്ള റിലേഷൻഷിപ്പിനെക്കാളും എത്രമാത്രം മധുരവും ഉന്നതവുമാണെന്ന് പ്രഭുപാദ് തന്റെ പ്രവർത്തികളിലൂടെ ആ മാതാജി കാണിച്ചു കൊടുത്തു. അപ്പം മനസ്സിലായി ആ മാതാജിക്ക്. അപ്പോഴാണ് ആ റിയലൈസേഷൻ വന്നത്. ഇത് ഇമ്പേഴ്സണൽ റിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ വളരെ താഴെ തട്ടിലുള്ളൊരു ദൈവിക സാക്ഷാത്കാരമാണ്. വ്യക്തിപരമായിട്ടുള്ള ഭഗവാനുമായിട്ടുള്ള ബന്ധമാണ് ഏറ്റവും ഉന്നതം എന്ന് പ്രഭുപാദ് അത് ആ ഫിലോസഫി പറയാതെ തന്നെ തന്റെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും അത് മാജിക്ക് മനസ്സിലാക്കി കൊടുത്തു എന്ന് മാജി അവിടെ